Hello students, welcome to Sonu's Learning World. ഇന്ന് നമ്മൾ ക്ലാസ് 12 ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് എക്സസൈസ് 6.2 ക്വസ്റ്റ്യൻ നമ്പർ 8 മുതലാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് പോകാം. Find the values of x for which y is equal to x into x minus 2 the whole square. Okay. Is an increasing function. അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ഏതൊക്കെ ഇന്റർവെൽസിലാണ് ഇൻക്രീസിങ് ആവുന്നത്? എളുപ്പമാണ്. നമ്മളിപ്പം ചെയ്ത ആ ഒരു മെത്തേഡ് തന്നെ. അപ്പൊ നമ്മൾക്ക് y ഉള്ളത് നമ്മൾ ഒന്നും കൂടി എടുത്ത് എഴുതാൻ പോവാണ്. y is equal to, so y is equal to x into x minus 2 ആണ്. The whole square ആണ്. So എനിക്ക് സെപ്പറേറ്റ് സ്ക്വയർ എടുക്കാമല്ലോ. എന്തെങ്കിലും കറക്റ്റ് അല്ലേ? അതായത് എക്സ് മൈനസ് 2ന് ഞാൻ സ്ക്വയർ എടുത്തു, എക്സിന് ഞാൻ എന്താണ് സ്ക്വയർ കൊടുത്തു. ഇത് കറക്റ്റ് അല്ലേ? നമ്മൾ ഇങ്ങനെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം? നമുക്ക് dy ബൈ ഡി എക്സ് കാണണം അല്ലെ? എന്നിട്ട് നമ്മൾ അതിനെ ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യണം, എക്സിന്റെ വാല്യൂസ് കണ്ടുപിടിക്കണം, ഇന്റർവെൽസ് എഴുതിയിട്ട് ടേബിൾ വരച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത് അല്ലെ? സോ dy ബൈ ഡി എക്സ് എങ്ങനെയാണ് നമ്മൾ കാണുക? ഇവിടെ നമ്മൾ എന്ത് റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത്? പ്രോഡക്റ്റ് റൂൾ ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് അല്ലെ? സോ ഡി ബൈ ഡി എക്സ് ഓഫ് നമുക്ക് എഴുതാം ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഓക്കെ, സോ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? പവറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്താണ്? 2 ഇൻറ്റു എക്സ് മൈനസ് 2. പിന്നെ നമ്മൾ എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെത് 1 ആണ്, 2 കോൺസ്റ്റന്റ് ആണ്, 0 ആയി പോകും. ഓക്കെ, സോ പ്ലസ് എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെത് 2x. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്തുണ്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ into x minus 2 plus 2x into x minus 2 the whole square. Okay, so ഇത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് മോഡിഫൈ ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തിട്ട് വേണം dy by dx is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 2x ഉണ്ട്, 2x കോമൺ എടുക്കാം. x minus 2 ഒരെണ്ണം ഇവിടെ ഉണ്ട്, രണ്ടെണ്ണം ഇവിടെ ഉണ്ട്. സോ നമുക്ക് എന്താണ് കോമൺ എടുക്കാം? 2x കോമൺ എടുക്കാം ഇൻറ്റു ഒരു എക്സ് മൈനസ് 2 കൂടെ കോമൺ എടുക്കാം. ഓക്കെ, സോ ബാക്കി എന്തുണ്ട്? ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഓക്കെ ഒരു എക്സ് ഉണ്ട് അല്ലെ? ഇവിടെ എക്സ് മൈനസ് 2 ഫുള്ളേ നമ്മൾ എടുത്തു. ഇവിടെയാണ് എക്സ് മൈനസ് 2 സ്ക്വയർ ഉള്ളത്. ഇവിടെ നമ്മൾ 2x മാത്രമേ എടുത്തുള്ളൂ. സോ ഒരു എക്സ് നമുക്ക് അവിടെ ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ എന്തുണ്ട്? പ്ലസ് 2x ഫുള്ളേ എടുത്തു, എക്സ് മൈനസ് 2 ഒരെണ്ണം എടുത്തു, ഒരെണ്ണം കൂടെ ഉണ്ട്, പ്ലസ് എക്സ് മൈനസ് 2. ഓക്കെ, so that is equal to 2x into x minus 2 into x plus x 2x അല്ലേ? So 2x minus 2. ഓക്കെ അല്ലേ? സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. സോ ഒരു 2നെയും കൂടെ നമുക്ക് പുറത്തെടുക്കാമല്ലോ. എങ്ങനെ? ഏറ്റവും ഇതും ബ്രാക്കറ്റ് ആണ്, ഇതും ബ്രാക്കറ്റ് ആണ്. സോ ഏറ്റവും പുറത്ത് ബ്രാക്കറ്റിന്റെ ഏറ്റവും വെളിയിൽ ദാറ്റ് ഈസ് 2x into ഒരു 2 വരും. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു x minus 2 ഉണ്ട്. പിന്നെ ഇവിടെ എന്തുണ്ട്? ഒരു എക്സ് മൈനസ്, ഓക്കെ എക്സ് മൈനസ് 1 ആണ്, കാരണം നമ്മൾ 2നെ പുറത്തെടുത്തു അല്ലെ? ഇവിടെ നിന്ന് നമ്മൾ 2നെ പുറത്തെടുത്തപ്പോൾ എക്സ് മൈനസ് 1. അപ്പൊ എന്ത് വരും നമുക്ക് ഫൈനലായിട്ട്? ദാറ്റ് ഈസ് 4x ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1. ഓക്കെ, ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ്. നമുക്ക് കൂടുതലൊന്നും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ എന്താ അടുത്ത സ്റ്റെപ്പില്? dy by dx is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, ഇതാണ് നമ്മുടെ dy by dx. ഓക്കെ, ഇനി നമ്മൾ dy by dx ന് 0 എന്ന് ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ടു ഫൈൻഡ് എന്താണ് ദി ഇന്റർവെൽസ്, നമ്മൾ dy by dx നെ നമ്മൾ dy by dx is equal to 0 എന്ന് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, സോ അപ്പൊ എന്താണ് നമ്മുടെ 4x ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. 4x ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ x ഇസ് ഈക്വൽ ടു 0 അല്ലെ? സോ ഫസ്റ്റ് എന്താണ് 4x ന് നമ്മൾ ഈക്വൽ ടു 0. സോ എക്സിന്റെ വാല്യൂ നമുക്ക് 0 കിട്ടി. ഇനി അടുത്ത എന്താണ്? x മൈനസ് 2. അടുത്തത് x മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. സോ x മൈനസ് 2 ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ x is equal to 2 കിട്ടി. Okay,
സോ ഇനി അടുത്ത എന്താണ് എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സിന്റെ വാല്യൂ 1 കിട്ടി. ഓക്കെ, സോ ഇനി എന്താണ് നമുക്ക് നമ്മുടെ നമ്പർ ലൈനിൽ നമുക്ക് ഇതിനെയൊക്കെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ നമ്പർ ലൈൻ വരയ്ക്കാം. ഓക്കെ, സോ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ അല്ലെ. സോ ഒന്നാമത്തെ വാല്യൂ 0. ഓക്കെ, 0 എന്ന് പറയുമ്പോൾ ഇവിടെ ഇടാം. ഓക്കെ, പിന്നെ നമുക്ക് 1 ഉണ്ട് 2 ഉണ്ട്. സോ 1 ഇവിടെ പിന്നെ 2 ഇവിടെ. കറക്റ്റ് ഓർഡറിൽ തന്നെ നിങ്ങൾ എന്താണ് മാർക്ക് ചെയ്യണം കേട്ടോ. സോ ഇനി നമുക്ക് നമ്മുടെ ടേബിൾ വരയ്ക്കാം. എങ്ങനെയാണ് നമ്മൾ ടേബിൾ വരയ്ക്കുന്നത്? ഫസ്റ്റ് നമ്മുടെ ഇന്റർവെല്, പിന്നെ എന്താണ് നമ്മുടെ dy/dx. ഓക്കെ, അതെന്താണെന്ന് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചില്ലേ, അത് തന്നെ. ഓക്കെ, സോ അടുത്ത എന്താണ് ഇൻക്രീസിങ് ഓർ ഡിക്രീസിങ്. ഓക്കെ, സോ നമ്മുടെ ഒന്നാമത്തെ ഇന്റർവെൽ എന്താണ് മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ. സോ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയാണ് ഒന്നാമത്തെ ഇന്റർവെൽ. ഓക്കെ, അടുത്തത് 0 മുതൽ 1 വരെ. 0 to 1. ഓക്കെ, ഇനി അടുത്ത എന്താണ് 1 to 2, 2 to ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ, മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വാല്യൂസ് നമുക്ക് ഇട്ടെടുക്കാം? -1 ഇട്ട് കൊടുക്കാം, -2 ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ് നമ്മുടെ dy/dx ഇട്ട് കൊടുക്കുക. സോ നമ്മുടെ dy/dx എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 4x into x minus 2 into x minus 1. ഓക്കെ, സോ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് നമുക്ക് ഇപ്പോൾ ഒരു -1 ഇട്ട് കൊടുക്കുക എന്ന് വെച്ചു. സോ നമുക്ക് -1 ഇട്ട് കൊടുക്കുന്ന സമയത്ത് 4 into -1, 4 into -1, -1 -2, പിന്നെ -1 -1. ഓക്കെ, സോ ഇതിന്റെ ആൻസർ മൈനസ് വരും, ഇതിന്റെ ആൻസർ മൈനസ് വരും അല്ലെ. ഇത് -3 വരും, ഇത് -2 വരും. ഓക്കെ, സോ അപ്പം അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് വരും. പക്ഷെ പുറത്ത് എന്താണ് വീണ്ടും ഒരു മൈനസ് ഉണ്ട്. സോ നമുക്ക് എന്താണ് ആൻസർ മൈനസേ വരത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ഫുൾ അങ്ങ് ചെയ്യാനിരിക്കണ്ട. ജസ്റ്റ് എന്താണ് ആ ഒരു ഇത് എന്താണ് ഒരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി എന്ത് വാല്യൂസ് ആണ് വരുന്നത്. ഓക്കെ, സോ അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് dy/dx നെഗറ്റീവ് ആണ് വരുന്നത്. നെഗറ്റീവ് ആവുമ്പോൾ നമ്മൾ എന്താ ഫംഗ്ഷൻ എന്താണ് ഡിക്രീസിങ് ആണ് ഫംഗ്ഷൻ. ഓക്കെ, സോ അടുത്തെന്ന് പറയുമ്പോൾ 0, 1 നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടും. 0, 1 എന്ന് പറഞ്ഞാൽ 0.5 ഇട്ട് കൊടുക്കാമല്ലോ. 0.5 ഇട്ട് കൊടുക്കാം, 0.75 ഇട്ട് കൊടുക്കാം. ഓക്കെ, സോ എന്താണ് 0, 1 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത് അല്ലെ. സോ എന്താണ് ഇപ്പം നമുക്ക് പോസിറ്റീവ് കിട്ടി. പോസിറ്റീവ് ആകുമ്പോൾ എന്താണ് നമ്മുടെ ഫംഗ്ഷൻ എന്താണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, സോ ഇനി അടുത്ത എന്താണ് 1, 2. 1ന്റെയും 2ന്റെയും നടുക്കുള്ള എന്തെങ്കിലും വാല്യൂസ് നിങ്ങൾ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, സോ അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1.5 ഇട്ട് കൊടുത്തു. ഓക്കെ, സോ കാരണം എന്താണ് ഇവിടെ 1 അല്ലേ വന്നിരിക്കുന്നത്. സോ 1.5 -1 എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് നെഗറ്റീവ് അല്ലേ വരുന്നത് അല്ലെ. ഇവിടെ x-1 ആണ്. സോ 1.5 എന്ന് പറയുമ്പോൾ എന്തായാലും എന്താണ് ഇവിടെ നെഗറ്റീവ് വരും, ഇത് രണ്ടും പോസിറ്റീവ് ആയിട്ട് വരും. ഓക്കെ അല്ലേ. സോ ഇപ്പൊ നെഗറ്റീവ്, ആൻസർ നെഗറ്റീവ് ആണ്. സോ ഡിക്രീസിങ്. അടുത്ത നിങ്ങൾ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. സോ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആകുമ്പോൾ ഇൻക്രീസിങ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് x ഫോർ വിച്ച് y is equal to this is an increasing function. അപ്പൊ ഇൻക്രീസിങ് ഏതൊക്കെ ഇന്റർവെൽസിലാണ്? ഇന്റർവെൽസിൽ ഇതിൽ ഇൻക്രീസിങ് ആണ്. 0 to 1 ഇൻക്രീസിങ് ആണ്, അതുപോലെ 2 മുതൽ ഇൻഫിനിറ്റി. സോ ഇൻക്രീസിങ് ഏതൊക്കെ ഇന്റർവെൽസിലാണ്? 0, 1 ആൻഡ് 0, 1 പിന്നെ 2 ഇൻഫിനിറ്റിയിലും. എളുപ്പമല്ലേ? സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. Prove that y is equal to 4 sin theta divided by 2 plus cos theta minus theta is an increasing function of theta in 0π/2. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ഓഫ് തീറ്റ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? y is equal to 4 sin theta divided by 2 plus cos theta minus theta. ഓക്കെ, സോ നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് റൂളാണ് യൂസ് ചെയ്യേണ്ടത്? കോഷ്യൻ റൂളാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കോഷ്യൻ റൂൾ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. കാരണം എന്താണ് മുകളിൽ തീറ്റയുടെ ടേംസിലുണ്ട്, താഴെ എന്തുണ്ട് തീറ്റയുടെ ടേംസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് dy/dθ ചെയ്യാം.
ഡിനോമിനേറ്റർ സ്ക്വയർ അപ്പോൺ ഫസ്റ്റ് ഇതിനെ നമുക്ക് കോഷ്യന്റ് റൂളിൽ ചെയ്യാം, ഇതിനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, സോ കോഷ്യന്റ് റൂൾ എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ സ്ക്വയർ അപ്പോൺ 2 പ്ലസ് കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ ഡിനോമിനേറ്റർ സ്ക്വയർ അപ്പോൺ ഡിനോമിനേറ്റർ ഇൻടു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, അതായത് 4 sin തീറ്റയുടെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? 4 cos തീറ്റ ആയിരിക്കും അല്ലെ. സോ ഇൻടു 4 cos തീറ്റ മൈനസ് ന്യൂമറേറ്റർ ഇൻടു 4 sin തീറ്റ ആണ് നമ്മുടെ ന്യൂമറേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ 2 പ്ലസ് കോസ് തീറ്റ ആണ്. സോ നമ്മൾ ഇതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിരുന്നു? 2 ഇൻറ്റു എന്താണ്? കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 കിട്ടും. കോസ് തീറ്റയുടെ എന്താണ്? മൈനസ് സൈൻ തീറ്റ കിട്ടും. സോ മൈനസ് സൈൻ തീറ്റ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അങ്ങനെ സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്താലും മതി. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു, ഈ ടേം കഴിഞ്ഞു. നമ്മൾ തീറ്റനെ മറന്നു പോകരുത്. ഓക്കെ, സോ തീറ്റനെ നമ്മൾ ഡി ബൈ ഡി ടി ഓഫ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ആ -1നെ നമ്മൾ അതേപോലെ ഇവിടെ എഴുതി ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മൾ ഈ 4 കോസിനെ ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. സോ 4 2 8 cos തീറ്റ, ഓക്കെ, പ്ലസ് 4 cos സ്ക്വയർ തീറ്റ പ്ലസ് 4 sin square theta the whole divided by 2 plus cos theta the whole square minus 1. Okay, so ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇവിടെ ഒരു 4 കോമൺ എടുത്താൽ cos square theta plus sin square theta എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ചെറുതാക്കാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ LCM എടുക്കാം. ഇവിടെ 1 എന്ന് വെച്ചാൽ 1/1 അല്ലേ. സോ നമുക്ക് ഈ 2 plus cos theta the whole square നമുക്ക് എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് LCM എടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ, നമ്മൾ രണ്ടും കൂടാണ് ചെയ്യാൻ പോകുന്നത്. 8 cos തീറ്റ, അപ്പം ഇവിടെ നമുക്ക് എന്താണ്? പ്ലസ് 4 കോമൺ എടുത്താൽ, അതായത് ഈ രണ്ട് ടേംസിൽ നിന്ന് 4 കോമൺ എടുത്താൽ cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, മൈനസ് ഇത് ഇങ്ങോട്ടേക്ക് പോവല്ലോ, മൈനസ് 2 പ്ലസ് cos തീറ്റ ദി ഹോൾ സ്ക്വയർ all divided by 2 plus cos theta the whole square. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? So dy by d theta is equal to 8 cos theta അതുപോലെ എഴുതാം. 8 cos theta plus 4 അല്ലേ വരത്തുള്ളൂ. cos സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ അതുപോലെ നമുക്ക് ഇവിടെ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ മൈനസിന് എന്താണ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് അത് ഒരുമിച്ച് അങ്ങ് ചെയ്യാം. അപ്പം ഇപ്പൊ a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ ആണ്. സോ ഫസ്റ്റ് a സ്ക്വയർ എന്ന് വരുമ്പോൾ നമുക്ക് എന്താണ്? 2 സ്ക്വയർ ദാറ്റ് ഇസ് 4. ഈ മൈനസ് വരുമ്പോൾ ഒരു -4 വരും. ഓക്കെ, അടുത്ത ബി സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? കോസ് സ്ക്വയർ തീറ്റ. സോ അവിടെ നമുക്ക് മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പായിട്ട് എടുക്കണമെങ്കിൽ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്തു. ഓക്കെ, ഇനി എന്താണ്? 2ab, അതായത് 2 into കോസ് തീറ്റ. സോ 2 2 4 കോസ് തീറ്റ എന്ന് വരും അല്ലെ, മൈനസ് 4 കോസ് തീറ്റ എന്ന് വന്നു. ഓക്കെ, ദി ഹോൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും? ഈ 4ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്തുണ്ട്? 8 cos തീറ്റ മൈനസ് 4 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിടക്കട്ടെ. മൈനസ് കോസ് സ്ക്വയർ തീറ്റ മൈനസ് 4 cos തീറ്റ ദി ഹോൾ ഡിവൈഡ് ബൈ 2 പ്ലസ് കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ. ഇനി നമുക്ക് 8 cos തീറ്റയും ഇതിനെയും കൂടെ സിംപ്ലിഫൈ ചെയ്യാലോ. 8 minus 4 is 4. So 4 cos theta minus cos square theta divided by 2 plus cos theta the whole square. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ നമുക്കൊരു cos theta അങ്ങ് കോമൺ എടുക്കാം. സോ cos theta കോമൺ എടുക്കുമ്പം ഒരു 4 ഉണ്ട്, മൈനസ് cos theta ഉണ്ട്, ഡിവൈഡഡ് ബൈ 2 പ്ലസ്
തീറ്റ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഇനി നമുക്ക് എന്താ dy ബൈ ഡി തീറ്റ ഒക്കെ കണ്ടുപിടിച്ചു, ഇന്റർവെൽ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ സംഭവം ഈ ഇന്റർവെല്ലില് എന്താണ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അതായത് ഇത് പോസിറ്റീവ് ആയിരിക്കണം. എന്നാൽ മാത്രമല്ല നമുക്ക് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആകത്തുള്ളൂ. ഓക്കെ, സോ അതായത് നമ്മളോട് പറഞ്ഞിട്ട് ഈ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇൻക്രീസിങ് ആയിരിക്കണം ഈ ഇന്റർവെല്ലിൽ, അല്ലെ? ഈ ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയിരിക്കണം. നമ്മൾ എങ്ങനെയാ പ്രൂവ് ചെയ്യുക? ഈ ഫംഗ്ഷന്റെ എന്താണ് ഡെറിവേറ്റീവ് എടുത്തിട്ട് അത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ പറയും ഇൻക്രീസിങ് ആണെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇത് പോസിറ്റീവ് ആയിരിക്കുമോ എന്ന് നോക്കിയാൽ പോരെ. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ, ദിസ് ഇസ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ദിസ് ഇസ് ആൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇത് എങ്ങനെയാ പോസിറ്റീവ്? നമ്മുടെ ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0π/2 ആണ്. ഓക്കെ, സോ എങ്ങനെയാ നമുക്ക് 0π/2 എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് 0, ഇത് π/2, ഇങ്ങനെയല്ലേ? സോ 0π/2 ഇപ്പം ഫസ്റ്റ് നമ്മൾ പറയാണ്, ഒന്നാമത് നമ്മൾ കോസ് തീറ്റനെ എടുക്കുകയാണ്. ഈ കോസ് തീറ്റനെ എടുക്കുകയാണ് മുകളിലത്തെ. ഈ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ 0π/2, അതായത് ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ്, എവറിത്തിങ് ഈസ് പോസിറ്റീവ് ഹിയർ, അല്ലെ? സോ എന്താണ്, അപ്പൊ ഈ കോസ് തീറ്റ എന്തായിരിക്കും? പോസിറ്റീവ് തന്നെ ആയിരിക്കും, അല്ലെ? കാരണം ഇത് എല്ലാ വാല്യൂസും ഇതില് ഈ ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയിരിക്കും, 0π/2 പോസിറ്റീവ് ആയിരിക്കും. സോ കോസ് തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും, അല്ലെ? സോ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് കോസ് തീറ്റ ഒന്നാമത് നമ്മൾ പറയുകയാണെങ്കിൽ കോസ് തീറ്റ is positive in 0π/2. അപ്പൊ ഇതിന്റെ കാര്യം ഓക്കെ ആയി. ഓക്കെ, ഇനിയും ഇതിവിടെ നിൽക്കട്ടെ. നമുക്ക് താഴത്തെ നമ്മൾ നോക്കിയാൽ 2 + cos θ the whole square. ഇതിന്റെ ഉള്ളിൽ നെഗറ്റീവ് വന്നാലും ഈ സ്ക്വയർ ഉള്ളത് കൊണ്ട് ആൻസർ എന്തായിരിക്കും? പോസിറ്റീവേ വരത്തുള്ളൂ. കാരണം നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, അല്ലെ? സോ അപ്പൊ നമുക്ക് 2 + cos θ എന്താണ്? ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും, അല്ലെ? സോ 2 + cos θ the whole square എന്തായിരിക്കും? പോസിറ്റീവേ വരൂ. ഓക്കെ, സോ is positive for any value of theta. തീറ്റയ്ക്ക് എന്ത് വാല്യൂ വന്നെന്ന് ഇരിക്കട്ടെ, ആൻസർ എന്തായിരിക്കും? പോസിറ്റീവ്. അപ്പം ഇതിന്റെ കാര്യവും ഓക്കെ ആയി, അതും പോസിറ്റീവ് ആണ്. അപ്പം ഇതും ഓക്കെയാണ്, ഇതും ഓക്കെയാണ്. സോ ഇതും കൂടെ നമുക്ക് എന്തായിരിക്കണം? ഈ ക്വാഡ്രന്റില് 0π/2 പോസിറ്റീവ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതിയല്ലോ. 4 - cos θ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പോസിറ്റീവ് ആയിരിക്കുമോ? ആയിരിക്കും. കാരണം എന്താണ്, ഈ cos θയുടെ വാല്യൂ 4നേക്കാളും ഗ്രേറ്റർ ആയിട്ട് വന്നാൽ മാത്രമല്ല ഈ വാല്യൂ നെഗറ്റീവ് ആകത്തുള്ളൂ. അതായത് 4 - 5 - 4 - 6 അങ്ങനെയൊക്കെ വന്നാൽ മാത്രമല്ല എന്ത് ഇത് നെഗറ്റീവ് ആവത്തുള്ളൂ. cos θയുടെ വാല്യൂ എന്താണ്? 4നേക്കാളും വലുത് വരുമോ? ഒരിക്കലും ഇല്ല. നമ്മുടെ ക്വാഡ്രന്റ് എന്താണ്? 0 മുതൽ π/2 വരെയാണ്, അല്ലേ? അപ്പൊ നമുക്കിപ്പം cos 0 sin 0 0 cos 0 എന്ന് വെച്ചാൽ 1. ഓക്കെ, സോ 1 0 ആ ഒരു റേഞ്ചിലേ വരത്തുള്ളൂ ഫസ്റ്റ് ക്വാഡ്രന്റില്, അല്ലെ? അപ്പൊ ഒരിക്കലും എന്താണ് കോസിന്റെ വാല്യൂ നമുക്ക് 4നേക്കാളും വലുത് വരില്ല ഒരിക്കലും. ഓക്കെ, അപ്പൊ നമ്മള് അത് എഴുതുമ്പോ ഓക്കെ, അപ്പൊ നോക്കുകയാണെങ്കിൽ എന്താ അതും പോസിറ്റീവ് ആയിട്ടല്ലേ വരത്തുള്ളൂ. സോ നമുക്ക് അത് എങ്ങനെ എഴുതാം? 4 - cos θ എന്തായിരിക്കും? is positive because value of cos θ lies in first quadrant, cannot exceed 1. അല്ലെ? അതായത് നമുക്ക് 1നേക്കാളും കൂടുതൽ എക്സീഡ് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം എന്താണ്? 0π/2 നമ്മൾ എടുക്കുകയാണെങ്കിൽ 1 മാത്രമേ വരത്തുള്ളൂ, അല്ലെ? അതിനേക്കാളും കൂടുതൽ എന്താ ഒരിക്കലും ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരത്തില്ല. ഓക്കെ, സോ അപ്പൊ നമുക്ക് അങ്ങനെ പറയാം. സോ എന്താണ് സംഭവം? നമ്മൾ ഓരോ എന്താണ് വാല്യൂസ് എടുത്ത് നോക്കുമ്പോൾ എല്ലാം ഏത് രീതിയിൽ നോക്കിയാലും എല്ലാം എന്താണ്? പോസിറ്റീവ് ആണ്. സോ നമ്മുടെ f' എന്താണ്? therefore നമ്മുടെ f' x അല്ല, ഇവിടെ നമ്മൾക്ക് f' ആണ്. അല്ലെങ്കിൽ എന്താണ്? dy/dθ എന്ന് പറഞ്ഞാൽ greater than 0 ആണ്. therefore this function is an increasing function in the interval 0π/2.
ഓക്കെ അല്ലേ? സോ നമ്മുടെ ആൻസറിലേക്ക് എത്തി. പിന്നെ നമ്മുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മൾ dy ബൈ ഡി തീറ്റ പിന്നെ നമുക്ക് എന്താണ് പിന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ഓരോന്നെടുത്ത് നോക്കിയാലും എവിടെ നോക്കിയാലും പോസിറ്റീവ് വരാവുള്ളൂ. കോസ് തീറ്റയുടെ വാല്യൂ എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, സോ അത് നമ്മളിവിടെ മെൻഷൻ ചെയ്തു. കോസ് തീറ്റ ഇസ് പോസിറ്റീവ് ഇൻ 0π/2. ഇനി അടുത്ത് എന്താണ്? നമ്മൾ താഴെ നോക്കിയപ്പോൾ നമുക്ക് സ്ക്വയർ ഉണ്ട്, അതായത് 2 + cos θ the whole square is positive for any value of θ. അതെന്താണ്? സ്ക്വയർ ആണ്. ഉള്ളിൽ നെഗറ്റീവ് വന്നാലും സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് പോസിറ്റീവേ തന്നെ കിട്ടുന്നുള്ളൂ. അടുത്ത എന്താണ്? 4 - cos θ. 4 - cos θ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും, ബിക്കോസ് വാല്യൂ ഓഫ് cos θ ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ് cannot exceed 1. 1-നേക്കാളും കൂടുതൽ ആവില്ല. സോ 1-നേക്കാളും കൂടുതൽ, 4-നേക്കാളും കൂടുതലായി മാത്രമേ നമുക്ക് എന്താണ് ഇത് നെഗറ്റീവ് ആയിട്ട് കിട്ടത്തുള്ളൂ. സോ നമ്മുടെ f dash of θ അല്ലെങ്കിൽ dy by d θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് പോസിറ്റീവ്. therefore the function is an increasing function in 0π/2. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. Prove that logarithmic function is strictly increasing on 0 infinity. എളുപ്പമാണ് ഈ ക്വസ്റ്റ്യൻ. ലോഗറിഥമിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? log x, നമ്മുടെ log x അല്ലേ? സോ y is equal to എന്താണ്? log x ആണ്. ഓക്കെ, സോ അതിനെ നമ്മൾ എന്താണ്? ഇൻക്രീസിംഗ് ആണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇന്റർവെൽ 0 ഇൻഫിനിറ്റി തന്നിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം dy by dx കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ f dash of x. ഓക്കെ, കണ്ടുപിടിക്കുക. രണ്ടും സെയിം ആണ്. ഓക്കെ, dy by dx എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/x അല്ലേ? dy by dx of log x is 1/x ആണ്. ഇനി ഇത്രേ ഉള്ളൂ, നമുക്ക് dy by dx 1/x ആണ്. സോ ഇത് നമുക്ക് ഇൻക്രീസിങ്, അതായത് ദിസ് ഷുഡ് ബി പോസിറ്റീവ്. 0 ഇൻഫിനിറ്റിയിൽ ഇത് പോസിറ്റീവ് ആയിരിക്കണം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 0 ഇൻഫിനിറ്റിയിൽ ഇത് പോസിറ്റീവ് ആയിരിക്കുമോ? 0 ഇൻഫിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇത് മൈനസ് ഇൻഫിനിറ്റി, നമ്മുടെ ഇൻഫിനിറ്റി. 0 എന്ന് പറഞ്ഞാൽ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എല്ലാ വാല്യൂസും എന്താണ്? പോസിറ്റീവ് വാല്യൂസ് ആണ്. ഇവിടെ എന്തിട്ടാലും എന്താണ്? 100 ഇട്ടാലും 1/100, 2 1/2 എല്ലാം പോസിറ്റീവേ വരത്തുള്ളൂ. അതായത് 0 ഇൻഫിനിറ്റി എന്നുള്ള ഇന്റർവെല്ലില് നമ്മുടെ എന്താണ്? നമ്മുടെ f dash of x ഓൾവേസ് എന്താണ്? പോസിറ്റീവ് ആയിരിക്കും അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? f dash of x, ഞാൻ f dash of x എന്ന് എഴുതാം. സോ f dash of x എങ്ങനെ വേണമെങ്കിലും എഴുതാം കേട്ടോ. f dash of x is always positive for all values of x in the interval 0 infinity. Therefore f dash of x is greater than 0. Therefore f of x എന്താണ്? is strictly increasing in 0 infinity. ഇത്രയേ ഉള്ളൂ. Okay, so students, if you like my videos, please like, share and subscribe my channel. Thank you so much.